MC റോഡിൽ തൃക്കളത്തൂർ മുതൽ സബൈൻപടി വരെയുള്ള ഭാഗം വീണ്ടും കുരുതിക്കളമാകുന്നു. തുടർച്ചയായി ഉണ്ടാവുന്ന വാഹന അപകടങ്ങളിൽ ജീവൻ പൊലിയുമ്പോൾ അധികൃതർ കണ്ണടയ്ക്കുന്നതിൽ ജനരോക്ഷം ശക്തമാകുകയാണ്. MC റോഡിലെ തൃക്കളത്തൂർ മുതൽ സബൈൻപടി വരെയുള്ള ഭാഗം വീണ്ടും കുരുതിക്കളമാവുകയാണ്. തുടർച്ചയായി ഉണ്ടാകുന്ന വാഹനാപകടങ്ങളിൽ ജീവനുകൾ പൊലിയുമ്പോൾ അധികൃതർ കണ്ണടയ്ക്കുന്നതിൽ ജനരോഷവും ശക്തമാണ്. ഏറ്റവും ഒടുവിൽ തൃക്കളത്തൂർ പള്ളിത്താഴത്തുണ്ടായ അപകടത്തിൽ കർണാടക സ്വദേശികളായ യുവാക്കളുടെ ജീവൻ കൂടി നഷ്ടമായതോടെ പ്രദേശവാസികൾ കടുത്ത ഭീതിയിലാണ്. റോഡിൽ അപകടങ്ങൾ വർദ്ധിച്ചതിനെ തുടർന്ന് മാത്യു കുഴൽനാടൻ MLA ഇടപെടലിൽ നാറ്റ്പാക് വിദഗ്ധ സംഘം ഈ മേഖലയിൽ ശാസ്ത്രീയ പരിശോധന നടത്തിയിരുന്നു. സിഗ്നലുകൾ, സ്പീഡ് ബ്രേക്കറുകൾ, റോഡ് മാർക്കിങ്ങുകൾ എന്നിവ സ്ഥാപിക്കാനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചെങ്കിലും മാസങ്ങൾ പിന്നിട്ടിട്ടും ഒരടി പോലും മുന്നോട്ട് നീങ്ങിയിട്ടില്ല. വർഷങ്ങൾക്ക് മുൻപ് മോട്ടോർ വാഹന വകുപ്പും പൊതുമരാമത്ത് വകുപ്പും പോലീസും ചേർന്ന് നടത്തിയ പഠനങ്ങളും റിപ്പോർട്ടുകളും വെളിച്ചം കണ്ടിട്ടില്ല. 2 വർഷത്തിനിടെ കാൽനടയാത്രക്കാരായ 11 പേരാണ് ഈ പാതയോരത്ത് വാഹനമിടിച്ച് മരിച്ചത്. ഈ ശബരിമല സീസണിൽ മാത്രം 4 ജീവനുകൾ റോഡിൽ ഹോമിക്കപ്പെട്ടു. ഇതിനു പിന്നാലെയാണ് ഇന്നലെ 2 പേർ അപകടത്തിൽ മരിച്ചത്. അമിത വേഗം, രാത്രി റോഡിൽ നിറയുന്ന തടിലോറികൾ, റോഡരികിലെ കാഴ്ച മറയ്ക്കുന്ന അനധികൃത പാർക്കിംഗ്, രാത്രികാലങ്ങളിൽ ഡ്രൈവർമാർ ഉറങ്ങിപ്പോകുന്നത് എന്നിവയാണ് പ്രധാന അപകട കാരണങ്ങൾ. തൃക്കളത്തൂർ, അമ്പലംപടി, സൊസൈറ്റിപ്പടി, പള്ളിപ്പടി, പള്ളിത്താഴം, പള്ളിച്ചിറങ്ങര, പേഴയ്ക്കാപ്പള്ളി, സബൈൻപടി തുടങ്ങി 2 കിലോമീറ്റർ ദൂരത്തിൽ അപകടം പതിവായിട്ടും മുന്നറിയിപ്പ് ബോർഡുകൾ പോലും സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. വാഗ്ദാനങ്ങൾക്കും യോഗങ്ങൾക്കും അപ്പുറം പ്രായോഗികമായ സുരക്ഷാ നടപടികൾ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സ്പീഡ് ക്യാമറകൾ സ്ഥാപിക്കുക, രാത്രികാല പട്രോളിംഗ് ശക്തമാക്കുക, ശാസ്ത്രീയമായ റോഡ് മാർക്കിങ്ങുകൾ പൂർത്തിയാക്കുക തുടങ്ങിയ നടപടികൾ അടിയന്തരമായി നടപ്പിലാക്കിയില്ലെങ്കിൽ ഇനിയും വലിയ ദുരന്തങ്ങൾ ഈ പാതയിൽ ആവർത്തിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.